കലാപരിപാടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ട്രെയിനിന് തിരിക്കാനും പരിപാടി അവതരിപ്പിക്കാനും എല്ലാ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹകരിക്കേണ്ടതാണ്. മജീഷ്യൻ കബീർ കൽപ്പകഞ്ചേരിയെ കുഴിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അടുത്തതായി അവിടെ നിർത്തിയിട്ടുള്ള ടിപ്പർ ലോറികളിലെ 2 ടിപ്പർ ലോറികളിലെ മണ്ണ് അതിന് പട്ടിക്ക് മുകളിൽ നിക്ഷേപിക്കുന്നതാണ്. അതിനുള്ള സൗകര്യം കൂടി ചെയ്തു കൊടുക്കണം. ജീവൻ പണയപ്പെടുത്തിയുള്ള കലാപരിപാടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ നാട്ടുകാരൻ കബീർ കൽപ്പകഞ്ചേരി അവതരിപ്പിക്കുന്നത്. ഓരോരുത്തരും, ഓരോ കലാപ്രേമികളും, ഓരോ നാട്ടുകാരും സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അപകടങ്ങളൊന്നും വരുത്താതെ 2010 കൽപ്പകഞ്ചേരി മണ്ടായപ്പുറം വണ്ടിയിൽ മണ്ണിട്ട് മൂടുകയാണ്. 5 അടി ആയമുള്ള കുയിലിത കബീർ കൽപ്പകഞ്ചേരി ടിപ്പർ ലോറി കൊണ്ട് 10 അടി ആയമുള്ള കുയിത തീർക്കുന്നു. 10 അടി ആയമുള്ള കുയിലിത കബീർ കൽപ്പകഞ്ചേരിയെ ബോക്സിലാക്കിക്കൊണ്ട് ബന്ധനസ്ഥനാക്കിയ ശേഷം ബോക്സിലാക്കി ബോക്സ് 4 കൂട്ടുകൾ കൊണ്ട് പൂട്ടിയതിനു ശേഷം 10 അടി കുയിലിറങ്ങിയ കബീർ ടിപ്പർ ലോറി മണ്ണ് മേലക്കിടുകയാണ്. അദ്ദേഹത്തെ പരിപൂർണമായും മൂടുകയാണ്. കബീർ കൽപ്പകഞ്ചേരി സഹൃദയരെ ക്ഷമയോടെ ആകാംക്ഷയോടെ നിങ്ങൾ സഹകരിക്കുക. സുഹൃത്തുക്കൾ അവിടെ ഇരുന്ന് സഹകരിക്കുക. നമ്മുടെ പ്രിയങ്കരനായ കബീർ കൽപ്പകഞ്ചേരി മണ്ണിട്ട് മൂടുകയാണ്. 10 അടി ആഴമുള്ള കുയിലിത അതാ മണ്ണിട്ട് മൂടുകയാണ്. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. സഹൃദയരെ അതിഭയങ്കരമായ സഹൃദയരെ മണ്ണിന് മുന്നിൽ മാറിക്കൊടുക്കുക. മണ്ണിന് മാറിക്കൊടുക്കുക. നിങ്ങളുടെ സാഗരമാണ്. അതാ വൈക്കോൽ കൂര മേലെ മൂടുകയാണ്. മാറി നിൽക്കുക. ആ പിൻവശത്തിന് എല്ലാവരും മാറിക്കൊടുക്കുക. പ്ലീസ് സഹൃദയരെ മാറിക്കൊടുക്കുക. നെയ്ച്ചർ പിടിച്ച പരിപാടിയാണ്. ആ വൈക്കോൽ കൂര പൊന്തിച്ചതിന് ശേഷം വലിയ തീ വെക്കുന്നതാണ്. അപ്പോൾ അപകടമുണ്ടാകാതെ നമ്മൾ കബീർ കൽപ്പകഞ്ചേരിയെ രണ്ടാമത് ടിപ്പർ ലോറി മണ്ണിട്ട് മൂടാൻ വരുന്നു. 10 അടി ആഴമുള്ള കുയിത തീർന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പരിപൂർണമായും മണ്ണിന്റെ ചോട്ടിലാണ് എന്നുള്ള കാര്യം മറക്കരുത്. പ്ലീസ് സഹൃദയരെ മാറുക. സഹകരിക്കുക. സഹൃദയരെ എല്ലാവർക്കും കാണാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. പ്ലീസ് സഹൃദയരെ അദ്ദേഹത്തെ പരിപൂർണമായും വീണ്ടും രണ്ടാമത് ലോറി മണ്ണത മൂടിക്കൊണ്ടിരിക്കുകയാണ്. പരിപൂർണമായും 10 അടി ആഴത്തിന്റെ ചോട്ടിൽ ബന്ധസ്ഥനാക്കിക്കൊണ്ട് ഒരു പെട്ടിയുടെ ഉള്ളിലാണ് ബോക്സിൽ അകപ്പെട്ടിരിക്കുന്നത് കബീർ കൽപ്പകഞ്ചേരി. പ്ലീസ് ക്ഷമയോടെ അതിന്റെ ചൂട് ഏൽക്കാതിരിക്കണമെങ്കിൽ ഈ കൊടുക്കുകയാണ്. ആ കൂലിയൊന്നും പുറത്തോട്ട് പ്രത്യക്ഷപ്പെടാനിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, കബീർ കൽപ്പകഞ്ചേരി ഏതാനും നിമിഷങ്ങൾക്കൊക്കെ പുറത്തോട്ട് വരും. ഹലോ സബാസ് കബീർ കൽപ്പകഞ്ചേരി. സബാസ് കൈയടിക്കുക സുഹൃത്തുക്കളെ. സബാസ് കബീർ കൽപ്പകഞ്ചേരി. സബാസ് സഹൃദയരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. സഹൃദയരെ നമ്മുടെ യുവമാന്ത്രികത എല്ലാം തരണം ചെയ്തുകൊണ്ട് വേദിയിലേക്ക് എത്തുന്നു. സുഹൃത്തുക്കളെ, കബീർ കൽപ്പകഞ്ചേരി വേദിയിൽ. കബീർ കൽപ്പകഞ്ചേരി നമ്മളെയെല്ലാം മുൾമുനയിൽ നിർത്തിയ കബീർ കൽപ്പകഞ്ചേരി വേദിയിലിരിക്കുന്നു. വേദിയിലേക്ക് എത്തിയിരിക്കുന്നു നമ്മുടെ യുവമാന്ത്രികൻ കബീർ കൽപ്പകഞ്ചേരി. ഈ പരിപാടി വമ്പിച്ച വിജയിച്ച് കബീർ കൽപ്പകഞ്ചേരി നിങ്ങളോട് സംസാരിക്കുന്നതാണ്. കബീർ കൽപ്പകഞ്ചേരി നിങ്ങളോട് സംസാരിക്കുന്നതാണ്. നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ കബീർ കൽപ്പകഞ്ചേരി മുഴുവൻ പ്രേക്ഷകരോടും കാണികളോടും സംസാരിക്കുന്നതാണ്. ഹലോ പ്രിയമുള്ള കലാസുഹൃത്തുക്കൾ, അണ്ടർഗ്രൗണ്ട് എയർ ഫയർ എസ്കേപ്പ് ഇവിടെ പരിപൂർണമായി വിജയിച്ചിരിക്കുകയാണ്. ഇതിന്റെ കാരണം 90% ജനങ്ങളാണ്. കൂടുതൽ സംസാരിക്കാൻ എനിക്ക് പറ്റുന്നില്ല.
എന്താ പറയാന്നുള്ളറിയില്ല. മണ്ണിന്റെ അടിയിൽ നിന്ന് കയറിയപ്പോൾ ഭയങ്കര ക്ഷീണം. അതുകൊണ്ട് കൂടുതലൊന്നും ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഏവർക്കും എന്റെയും ഗ്രൂപ്പിന്റെയും ഹൃദ്യമായ നന്ദി. അതുപോലെ തന്നെ ഈ വേദിയിലെത്തിയുള്ള നമ്മുടെ SI സാർ സെൽവരാജ് അദ്ദേഹത്തിന് എന്റെയും ഗ്രൂപ്പിന്റെയും ഹൃദ്യമായ നന്ദി. അതുപോലെ തന്നെ നമ്മുടെ ഈ നാട്ടുകാരനായ ചുങ്കം കരീം സാറിന് എന്റെ അകപ്പെട്ട നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചുങ്കം കുഞ്ഞു സാറിന് എനിക്കൊരുപാട് കടപ്പാടുണ്ട്. കാരണം ഒരു കോർട്ട് കൽപ്പകഞ്ചേരി ഹൈസ്കൂളിൽ കിട്ടാത്തത് കൊണ്ടാണ് ഇവിടെ ഞാൻ ഈ ജാലവിദ്യ അവതരിപ്പിച്ചത്. കാരണം എന്നെ പോലത്തെ ഒരു ജാലവിദ്യക്കാരന് ഒരു ഗവൺമെന്റ് സ്ഥാപനമോ അല്ലെങ്കിൽ ഒരു VIP-യുടെ ഗ്രൗണ്ടോ കിട്ടാൻ പ്രയാസമാണ്. കാരണം അത് കിട്ടാൻ മെയിൻ കാരണം നമ്മുടെ നാട്ടുകാരനായ കുഞ്ഞുവാക്കെ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇടത്തരത്തിൽ കുഞ്ഞലവി 14-ാം വാർഡ് നമ്പർ അദ്ദേഹം എന്നെ മാജിക് പഠിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ ഇന്നോളം എല്ലാവിധ പ്രോത്സാഹനം തന്നുകൊണ്ട് വളർത്തിയെടുക്കുന്ന ഒരു വ്യക്തിയാണ്. കൂടുതൽ അദ്ദേഹത്തിന് ഒരുപാട് കൂടുതൽ പരിപാടികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ കൂടെ സഹകരിക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും ഈ സമയം അദ്ദേഹം എന്റെ കൂടെ വന്ന് സഹകരിച്ചു. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ PDP-യുടെ അലി കടമ്പുഴ അദ്ദേഹം ഒരുപാട് ഉപകാരം നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. കാരണം 2-3 ദിവസം പരിചയമുള്ളൂ ഞാൻ. അതുപോലെ തന്നെയാണ് ഈ നിൽക്കുന്ന സിയാബ്, സുഹൃത്താണ്. ഇദ്ദേഹം കൂലിപ്പണിക്കാരനാണെന്ന് നിങ്ങൾക്കറിയാം. മാസങ്ങളോളമായി എന്റെ കൂടെ ഇതിനു വേണ്ടി ചുറ്റിക്കറങ്ങുകയാണ്. എന്നിട്ടും ഇതിന് വേണ്ട എമൗണ്ട് നമുക്ക് ഒപ്പിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായവും ചെയ്തു തരണം. എല്ലാവർക്കും നന്ദി.